നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ചൊവ്വയുടെ രാശിമാറ്റ ഫലമാണ് പ്രതിപാദിക്കുന്നത്. ചൊവ്വ രാശി മാറുകയാണ്. നീചസ്ഥാനമായ കർക്കിടകൻ രാശിയിൽ നിന്ന് ചൊവ്വ സൂര്യന്റെ രാശിയായിട്ടുള്ള ചിങ്ങത്തിലേക്ക് രാശി മാറുകയാണ്. ചൊവ്വ കുറച്ചുകൂടി ബലവാനാകുകയാണ്. ചൊവ്വയുടെ ബലവും 2025 എന്നുള്ള ചൊവ്വയുടെ വർഷവും ഇപ്പോഴുള്ള വ്യാഴത്തിന്റെ അതിചാരവും കാളസർപ്പദോഷവും ഒക്കെ ലോകത്തിന് വിനാശകരമാകാൻ പോവുകയാണ്. അത് പ്രത്യേകം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ കാണുക. നമുക്കിന്ന് ചൊവ്വയുടെ രാശിമാറ്റം ഓരോ നക്ഷത്രക്കാർക്കും എന്തെല്ലാം ഫലങ്ങളെ നൽകും എന്നുള്ള വിഷയത്തിലേക്ക് കടക്കാം. 7/6/2025 കാലത്ത് 2:12 ചൊവ്വ ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് ഓരോ രാശിക്കൂറുകാർക്കും ചൊവ്വ എന്തെല്ലാം ഫലങ്ങളെ പ്രത്യേകമായിട്ട് നൽകുമെന്ന് പരിശോധിക്കാം. ആദ്യം നമുക്ക് മേടക്കൂറുകാരുടെ ഫലത്തെ നോക്കാം. മേടക്കൂറിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങളാണ്. മേടക്കൂറുകാരെ സംബന്ധിച്ച് ചൊവ്വ 5ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. മേടക്കൂറുകാർക്ക് രാശിയാധിപനും അഷ്ടമാധിപനുമാണ് ചൊവ്വ. ചൊവ്വ 5ാം ഭാവത്തിൽ നിൽക്കുക വഴി മേടക്കൂറുകാർക്ക് ശത്രുഭയവും സന്താനങ്ങൾ നിമിത്തം ദുഃഖവും രോഗദുരിതവുമാണ് ഫലമായി പറയേണ്ടത്. എന്നിരുന്നാലും മേടം രാശിയുടെ അധിപൻ തന്നെയാണ്. അത് ജീവിതത്തിൽ സുഖാനുഭവങ്ങൾ നൽകുന്നതിനും വിവാഹാലോചനയൊക്കെ നടക്കുന്നവർക്ക് വിവാഹ കാര്യങ്ങൾക്കും ഒക്കെ അനുകൂലമായിട്ടുള്ള ഫലങ്ങളെ നൽകുന്നതുമാണ്. ഇനി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലത്തെ നോക്കാം. ഇടവക്കൂറിൽ വരുന്നത് കാർത്തികയുടെ 3/4 ഭാഗം, രോഹിണി, മകരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ചൊവ്വ 4ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ദുർജന സംസർഗം ഉണ്ടാകാം, ഉദരരോഗം ഉണ്ടാകാം, പനി, ജ്വരം പോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാം. കൂടാതെ രക്തസ്രാവവും ഫലമായി പറയേണ്ടിയിരിക്കുന്നു. ഇനി നമുക്ക് മിഥുനക്കൂറുകാരുടെ ചൊവ്വയുടെ രാശിമാറ്റ ഫലം നോക്കാം. മിഥുനക്കൂറിൽ വരുന്നത് മകരത്തിന്റെ 2ാം പകുതി, തിരുവാതിര, പുണർന്നത്തിന്റെ 1/4 ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ചൊവ്വ 6ഉം 11ഉം ഭാവാധിപനാണ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ചൊവ്വ 3ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. മിഥുനക്കൂറുകാർക്ക് 6ഉം 11ഉം ഭാവാധിപനാണ് ചൊവ്വ. ചൊവ്വ 3ാം ഭാവത്തിൽ നിൽക്കിയാൽ സ്വർണം മുതലായ ധാതുദ്രവ്യങ്ങളുടെ ലാഭവും ധനലാഭവും സുബ്രഹ്മണ്യ പ്രസാദവും ശത്രുനാശവുമാണ് ഫലമായി പറയേണ്ടത്. ഇനി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ചൊവ്വയുടെ രാശിമാറ്റ ഫലം നോക്കാം. കർക്കിടകക്കൂറിൽ വരുന്നത് പുണർന്നത്തിന്റെ 1/4 ഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് ചൊവ്വ 5ഉം 10ഉം ഭാവാധിപനാണ്. ചൊവ്വ എത്തുന്നതാകട്ടെ 2ാം ഭാവത്തിലേക്കാണ്. ചൊവ്വ 2ാം ഭാവത്തിൽ നിൽക്കിയാൽ സർക്കാരിൽ നിന്നുള്ള ഭയവും കള്ളന്മാരിൽ നിന്നുള്ള ഉപദ്രവവും അഗ്നിഭയവും ശത്രുപീഡയും ദുഃഖവും മനപീഡയും രോഗവും ശരീരക്ലേശവും ഒക്കെ ഫലമായി പറയണം. എന്നിരുന്നാലും ഭാഗ്യാധിപനായിട്ടുള്ള ചൊവ്വയുടെ 2ാം ഭാവത്തിലെ സ്ഥിതി ധനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ലാഭമുണ്ടാക്കുന്നതാണ്. പൊതുവെ ഭാഗ്യമുള്ള സമയമാണ്. അതേപോലെ തന്നെ സന്താനങ്ങൾക്ക് ഉയർച്ചയും ഉണ്ടാകുന്നതാണ്. ഇനി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ചൊവ്വയുടെ രാശിമാറ്റ ഫലം നോക്കാം. ചിങ്ങക്കൂറിൽ വരുന്നത് മകം, പുരം, ഉത്രങ്കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ചൊവ്വ ജന്മരാശിയിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ശരീരക്ഷതവും കാര്യഹാനിയും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് കരുതലെടുക്കേണ്ടതാണ്. ചിങ്ങക്കൂറുകാർക്ക് ഭാഗ്യാധിപനാണ് ചൊവ്വ. 4ാം ഭാവാധിപനാണ്. വീട്, വാഹനം തുടങ്ങിയ കാര്യങ്ങൾക്ക് അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനും നൂതന കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കുന്നതിനും ഭാഗ്യാനുഭവങ്ങളും ഒക്കെ ഉണ്ടാകുന്നതാണ്. ഇനി നമുക്ക് കന്നിക്കൂറുകാരുടെ ചൊവ്വയുടെ രാശിമാറ്റ ഫലം നോക്കാം. കന്നിക്കൂറിൽ വരുന്നത് ഉത്തരത്തിന്റെ 3/4 ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ചൊവ്വ 12ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ പല വിധത്തിലുള്ള അനർത്ഥങ്ങളും ദുർവ്യയവും ചൂട്, രക്തകോപം, നേത്രരോഗം എന്നിവയും ഫലമായി പറയണം. ഇനി നമുക്ക് തുലാക്കൂറുകാരുടെ ചൊവ്വയുടെ രാശിമാറ്റ ഫലം നോക്കാം. തുലാക്കൂറിൽ വരുന്നത് ചിത്തിരയുടെ 2ാം പകുതി, ചോതി, വിശാഖത്തിന്റെ 3/4 ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. തുലാക്കൂറുകാരെ സംബന്ധിച്ച് 2ഉം 7ഉം ഭാവാധിപനാണ് ചൊവ്വ. 11ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ സ്ഥാനലാഭം ഉണ്ടാകുന്നതാണ്. ഗ്രാമാധികാരി എന്നുള്ള പദവിയൊക്കെ ലഭിക്കാനുള്ള സാഹചര്യമുണ്ട്. ഇനി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ചൊവ്വയുടെ രാശിമാറ്റ ഫലം നോക്കാം. വൃശ്ചികക്കൂറിൽ വരുന്നത് വിശാഖത്തിന്റെ 1/4 ഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ചൊവ്വ 10ാം ഭാവത്തിലാണ് എത്തുന്നത്. രാശിയാധിപനായിട്ടുള്ള ചൊവ്വ 10ാം ഭാവത്തിൽ എത്തുന്നത് തൊഴിൽപരമായിട്ടുള്ള ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പല തരത്തിൽ ധനലാഭം ഉണ്ടാകാനുള്ള സാധ്യതയും പറയണം. കൂടാതെ ആരോഗ്യപരമായിട്ടും ഗുണപരമായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാക്കും. ജീവിതത്തിൽ സുഖവും സന്തോഷവും ഒക്കെ ലഭിക്കുന്നതിനും സഹായകരമാണ്. ഇനി നമുക്ക് ചൊവ്വയുടെ രാശിമാറ്റം ധനുക്കൂറുകാർക്ക് എന്തെല്ലാം ഫലങ്ങൾ നൽകുമെന്ന് നോക്കാം. ധനുക്കൂറിൽ വരുന്നത് മൂലം, പുരാടം, ഉത്രാടംകാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ധനുക്കൂറുകാരെ സംബന്ധിച്ച് ചൊവ്വ 9ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്തേക്കാണ് എത്തുന്നത്. ചൊവ്വ
12ഉം 5ഉം ഭാവാധിപനാണ് ധനുക്കൂറുകാർക്ക്. 9ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുക വഴി ധനുക്കൂറുകാർക്ക് ധനനാശം, രോഗങ്ങൾ, കാര്യഹാനി എന്നിവയൊക്കെ ഫലമായി പറയണം. എന്നാലും ധനുക്കൂറുകാർക്ക് അപ്രതീക്ഷിത ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകുന്നതാണ്. ഇനി നമുക്ക് മകരക്കൂറുകാരുടെ ചൊവ്വയുടെ രാശിമാറ്റ ഫലം നോക്കാം. മകരക്കൂറിൽ വരുന്നത് ഉത്രാടത്തിന്റെ 1/4 ഭാഗം, തിരുവോണം, ഔട്ടത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. മകരക്കൂറുകാരെ സംബന്ധിച്ച് ചൊവ്വ 8ാം രാശിയിലേക്കാണ് എത്തുന്നത്. 4ാം ഭാവാധിപനും 11ാം ഭാവാധിപനുമാണ് ചൊവ്വ. 8ാം ഭാവത്തിൽ നിൽക്കിയാൽ ചൊവ്വ ശരീരത്തിൽ ഒഴിവ്, ചതവ് എന്നിവ ഉണ്ടാക്കാൻ, കൂടാതെ രക്തകോപവും രോഗങ്ങളും മനക്ലേശവും മാനഹാനിയും ഒക്കെ ഫലമായി പറയണം. മകരക്കൂറിൽ വരുന്നത് ഉത്രാടത്തിന്റെ 1/4 ഭാഗം, തിരുവോണം, ഔട്ടത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. ഇനി നമുക്ക് കുംഭക്കൂറുകാരുടെ ചൊവ്വയുടെ രാശിമാറ്റ ഫലം നോക്കാം. കുംഭക്കൂറിൽ വരുന്നത് ഔട്ടത്തിന്റെ 2ാം പകുതി, ചതയം, പുരട്ടാതിയുടെ 1/4 ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. കുംഭക്കൂറുകാർക്ക് 3ഉം 10ഉം ഭാവാധിപനാണ്. അതുകൊണ്ട് തന്നെ തൊഴിലിൽ ഉയർച്ച ഉണ്ടാകുന്നതാണ്. സഹോദരങ്ങളിൽ നിന്നും, സഹായികളിൽ നിന്നും, സുഹൃത്തുക്കളിൽ നിന്നും ഒക്കെ ഗുണാനുഭവങ്ങളിൽ ലഭിക്കുന്നതാണ്. കുംഭക്കൂറുകാർക്ക് 7ാം ഭാവത്തിലാണ് ചൊവ്വ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭാര്യയോട് കലഹം, അതായത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹം, കണ്ണിനും വയറ്റിനും ഒക്കെ രോഗാനുഭവങ്ങൾ എന്നിവയും ഫലമായി പറയണം. എന്നിരുന്നാലും തൊഴിൽപരമായിട്ട് നല്ല നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യമുള്ള സമയമാണ്. ഇനി നമുക്ക് മീനക്കൂറുകാർക്ക് ചൊവ്വയുടെ രാശിമാറ്റ ഫലം ഒന്ന് നോക്കാം. മീനക്കൂറിൽ വരുന്നത് പുരുട്ടാതിയുടെ 1/4 ഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. മീനക്കൂറുകാരെ സംബന്ധിച്ച് ചൊവ്വ 6ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. ചൊവ്വ 2ഉം 9ഉം ഭാവാധിപനാണ്. ഭാഗ്യാധിപൻ കൂടിയായുള്ള ചൊവ്വ ജന്മരാശിയുടെ 6ാം ഭാവത്തിൽ നിൽക്കിയാൽ ബന്ധുക്കളുമായി കലഹം, ശത്രുക്കളുമായി കലഹം, കൂടാതെ ധനലാഭം, ചെമ്പ്, സ്വർണം ആദിയായിട്ടുള്ള ധാതുദ്രവ്യങ്ങളുടെ ലാഭം ഇവയൊക്കെ ഫലമായി പറയണം. മീനക്കൂറുകാർക്ക് ചൊവ്വ ഭാഗ്യാധിപൻ കൂടിയാണ്. മീനക്കൂറുകാർക്ക് ചൊവ്വ ഭാഗ്യവർദ്ധനവും ഉണ്ടാക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ചൊവ്വയുടെ രാശിമാറ്റ ഫലവുമായി ഇപ്പോൾ പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.